പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ +1 ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. അറേബ്യ ദ ക്രാഡിൽ ഓഫ് ഇസ്ലാം. അറേബ്യ ദ ക്രാഡിൽ ഓഫ് ഇസ്ലാം എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. ക്രാഡിൽ എന്ന പദത്തിൻ്റെ അർത്ഥം കളിത്തൊട്ടിൽ എന്നാണ്. ഇസ്ലാമിൻ്റെ കളിത്തൊട്ടിൽ. ഇവിടെ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അറേബ്യ ആണ്. ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ചരിത്രം, അതിൻ്റെ ജോഗ്രഫിയുമായി, അതിൻ്റെ ഭൂമിശാസ്ത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതിലെ ഡെസർട്ട് ഡിവിഷൻ ഓഫ് അറേബ്യ, ഫ്ലോറ ഓഫ് അറേബ്യ, ഫോണ ഓഫ് അറേബ്യ എന്നീ ഭാഗങ്ങളാണ് നമുക്ക് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അറേബ്യ. Arabia is the southwestern peninsula of the Asian continent known as ജസീറത്തുൽ അറബ്. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ, അതായത് നമ്മളെല്ലാം ജീവിക്കുന്ന ഈ ഭൂഖണ്ഡത്തിൻ്റെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഉപഭൂഖണ്ഡമാണ് അറേബ്യ. ഇതിനെ അറബികൾ വിളിച്ചിരുന്നത് ജസീറത്തുൽ അറബ് എന്നാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പെനിൻസുല ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഭൂഖണ്ഡമാണ് അറേബ്യ. ഇറ്റ് ഈസ് കവേർഡ് ഇൻ ദ ഈസ്റ്റ് ബൈ പേർഷ്യൻ ഗൾഫ്, സൗത്ത് ബൈ ഇന്ത്യൻ ഓഷ്യൻ, വെസ്റ്റ് ബൈ ദ റെഡ് സീ ആൻഡ് നോർത്ത് ബൈ സിറിയൻ ഡെസേർട്ട് ആൻഡ് ഫെർട്ടൈൽ ക്രസൻറ്റ് ഏരിയ ഓഫ് ദ മെഡിറ്ററേനിയൻ കോസ്റ്റൽ ലൈൻ. ഇതാണ് അറേബ്യയുടെ ബൗണ്ടറി. 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് ഭാഗം പേർഷ്യൻ ഗൾഫാണ്, പേർഷ്യൻ ഉൾക്കടലാണ്. തെക്ക് ഭാഗത്താകട്ടെ ഇന്ത്യൻ മഹാസമുദ്രം, പടിഞ്ഞാറ് ചെങ്കടൽ. വടക്ക് ഭാഗത്ത് വിശാലമായി കിടക്കുന്ന സിറിയൻ മരുഭൂമിയും അതിനെ തുടർന്ന് ചന്ദ്രക്കലാങ്കിതമായ രൂപത്തിലുള്ള ഫലഭൂയിഷ്ഠമായ പ്രദേശവും പിന്നെ മധ്യധരണ്യാഴിയുടെ തീരപ്രദേശവും. ഇതാണ് അറേബ്യയുടെ 4 ബൗണ്ടറികൾ. ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ അറബികൾ ജസീറത്തുൽ അറബ് എന്ന് ആണ് വിളിച്ചത്. അത് ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ ഉപഭൂഖണ്ഡം എന്നാണ്. ഉപഭൂഖണ്ഡം എന്നൊരു പ്രദേശത്തെ വിളിക്കുന്നത് ആ പ്രദേശം 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഭൂഖണ്ഡമാണ് അറേബ്യൻ ഉപഭൂഖണ്ഡം. കൂടാതെ ലാർജസ്റ്റ് പെട്രോളിയം പ്രൊഡ്യൂസിങ് ഏരിയ കൂടിയാണ് അറേബ്യൻ ഉപഭൂഖണ്ഡം. ഇവിടെ വാട്ട് ആർ ദ ബൗണ്ടറീസ് ഓഫ് അറേബ്യ, വാട്ട് ആർ ദ 4 ബൗണ്ടറീസ് ഓഫ് അറേബ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരമെഴുതാൻ ഈ ഭാഗം മനസ്സിലാക്കി വെക്കേണ്ടത് ഉണ്ട്. ദ ലാൻഡ് ഓഫ് അറേബ്യ കംപ്രൈസസ് ഓഫ് പ്ലാറ്റോസ്, മെഡോസ്, ഡെസർട്ടിൽ, ലോ ലാൻഡ് ആൻഡ് സ്റ്റെപ്പി ലാൻഡ്. അറേബ്യയുടെ ഭൂവിഭാഗം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ മൗണ്ടെയ്ൻസ് കാണാൻ കഴിയും, പർവ്വതങ്ങൾ കാണാൻ കഴിയും, അതുപോലെ പീഠഭൂമികൾ കാണാൻ കഴിയും, ഡെസേർട്ട്സ് ലാൻഡ് കാണാൻ കഴിയും, ലോലാൻഡ്സ് അതുപോലെ താഴ്ന്ന സമതല പ്രദേശങ്ങളും സ്റ്റെപ്പി ലാൻഡ് പുൽപ്രദേശങ്ങളും നമുക്ക് അറേബ്യയിൽ കാണാൻ കഴിയും. ദ അറേബ്യൻ പെനിൻസുല ഈസ് വെൽഡഡ് വിത്ത് ദ ലോങ് റേഞ്ച് ഓഫ് മൗണ്ടെയ്ൻസ് പാസിംഗ് ത്രൂ ദ കോസ്റ്റൽ ഏരിയ ഓഫ് റെഡ് സീ, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് പേർഷ്യൻ ഗൾഫ്. നമ്മൾ പറഞ്ഞു 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഈ കടലുകളുടെയും സമുദ്രത്തിൻ്റെയും തീരപ്രദേശങ്ങൾ വെൽഡഡ് വിത്ത് മൗണ്ടെയ്ൻസ്, ചെയിനായിട്ട് കിടക്കുന്ന പർവ്വത നിരകളാണ് ഉള്ളത്.
the coastal area of the Red Sea called Tihama. Najd is the central plateau of the northern Arabia. അങ്ങനെ ചെങ്കടലിൻ്റെ തീരപ്രദേശം കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ കടൽ തീരപ്രദേശം അറിയപ്പെടുന്നത് തിഹാമ എന്ന പേരിലാണ്. നജദ് എന്നാൽ സെൻട്രൽ പ്ലാറ്റോ ഓഫ് നോർത്തേൺ അറേബ്യ, വടക്കൻ അറേബ്യയുടെ മധ്യഭാഗത്തായി കിടക്കുന്ന പീഠഭൂമിയാണ് നജദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എപ്പാർട്ട് ഫ്രം ദ സെൻട്രൽ മൗണ്ടെയിൻ റേഞ്ചസ്, a mountain region called Al-Hijaz, the barren land has separating Tihama from Najd. Yemen, Hadramaut, Oman, etc. are some important fertile area of Arabia which produced vegetables. These lands are very important. Desert divisions of അറേബ്യയുടെ ജോഗ്രഫി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മെജോറിറ്റി പാർട്സ് ഓഫ് ദ അറേബ്യൻ പെനിൻസുല ഈസ് ഡെസേർട്ട്. ദ ഡെസേർട്സ് ഓഫ് അറേബ്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3: അൽ-നുഫുദ്, അൽ-ദഹന, റുബുൽ ഖാലി. അൽ-നുഫുദ്, അൽ-ദഹന, റുബുൽ ഖാലി, these are the 3 desert divisions of Arabia. Al-Nufud is a stretch of land lying the northern side of Arabian Peninsula. It is very dry area. It receives occasional rain. Scattered oases we can see in this area. അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ അൽ നുഫുദ് എന്ന് പറയുന്ന മരുഭൂ വിഭാഗം ഉള്ളത്. ഈ മേഖലയുടെ പ്രത്യേകത, ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇടയ്ക്ക് ലഭിക്കുന്ന മഴ, അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥ, ഇത് രണ്ടും അൽ നുഫുദിൻ്റെ പ്രത്യേകതയാണ്. അൽ നുഫുദ് അതുകൊണ്ട് തന്നെ സ്കാറ്റേഡ് ഒയാസിസ്, അങ്ങിങ്ങ് ചിതറിക്കിടക്കുന്ന മരുപ്പച്ചകളും ഈ മേഖലകളിൽ ഉണ്ട്. ഈ മേഖലയിലെ ജനത പ്രധാനമായും വാണ്ടറിങ് ആയിട്ടുള്ള ലൈഫാണ് നയിച്ചിരുന്നത്, അല്ലെങ്കിൽ അലഞ്ഞ് തിരിയുന്ന ജീവിതമാണ് നയിച്ചിരുന്നത്. അവർ ഒയാസിസ് ഡ്രൈ ആകുമ്പോൾ അവരുടെ സെറ്റിൽമെൻറ്റ് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഈ അൽ നുഫുദിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവരുടെ പാസ്റ്ററൽ ലൈഫ് ആ രീതിയിലാണ് ക്രമപ്പെടുത്തപ്പെട്ടത്. When an oasis become dry, the Bedouin nomadic people of Arabia will be forced to lead their cattle to another center. അതായത് ഒരു ഒയാസിസ് ബിക്കം ഡ്രൈ, ഒരു ഒയാസിസ് അത് വരണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരുപ്പച്ച വരണ്ട് അതിൽ വെള്ളമില്ലാതാകുമ്പോൾ അവർ മറ്റൊരു മരുപ്പച്ച തേടി, മറ്റൊരു പുൽപ്രദേശം തേടി പോവുക എന്ന് പറയുന്ന നാടോടി ജീവിതം ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അൽ ദഹന ആണ് അടുത്തത്. രണ്ടാമത്തെ മരുഭൂ വിഭാഗമാണ് അൽ ദഹന. ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് sand extended from Great Nufud in the north and the Rubul Khali in the south. വടക്ക് നുഫുദ് എന്ന് പറയുന്ന ഡിവിഷൻ മുതൽ തെക്ക് റുബുൽ ഖാലി വരെ, റുബുൽ ഖാലി എന്ന് പറയുന്ന അറേബ്യയിലെ ഏറ്റവും വരണ്ട, ഏറ്റവും ബാരനായ മരുഭൂപ്രദേശം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ അൽ ദഹന എന്ന് പറയുന്നത്. ലൈക്ക് എൻ ഏരിയ stretches to the southeast of Arabia by a distance of 600 miles. ഇത് സൗത്ത് ഈസ്റ്റ് അറേബ്യയിൽ ഏറെക്കുറെ 600 മൈലോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ അൽ ദഹന എന്ന് പറയുന്നത്. അൽ ദഹന റിസീവ്സ് ദ സീസണൽ റെയിൻഫാൾ.
വല്ലപ്പോഴും ലഭിക്കുന്ന മഴ ഈ അൽ ദഹ്നയെയും എന്ത് ചെയ്യുന്നു, ജനവാസ യോഗ്യമാക്കുന്നു. എന്നാൽ പൂർണ്ണമായും ജനവാസമുള്ള പ്രദേശമല്ല. ദിസ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് അറേബ്യൻ ഡെസേർട്ട്, ദ ഹോട്ടസ്റ്റ് ആൻഡ് ഡ്രയസ്റ്റ് ഡെസേർട്ട് ഓഫ് അറേബ്യ. അറേബ്യയിലെ ഏറ്റവും ചൂടുള്ള മരുഭൂമിയുടെ ഒരു ഭാഗം തന്നെയാണ് അൽ ദഹ്നയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The third part of Rubul Khali from Al Dahna in the north to Hadramaut in the south lies the desert land named Rubul Khali. Rubul Khali എന്ന് പറയുന്ന പ്രദേശം വടക്ക് അൽ ദഹ്ന മുതൽ ഹദർമൗത്ത് ഇൻ ദ സൗത്ത് തെക്കിൽ ഹദർമൗത്ത് വരെ. ഹദർമൗത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഹദർമൗത്ത് വെജിറ്റേഷനൊക്കെ ഉള്ള പ്രദേശമാണ്, പച്ചപ്പുള്ള പ്രദേശമാണ്, അത് ഫലഭൂയിഷ്ഠമായ ഏരിയയാണ്, കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയായ ഹദർമൗത്ത് മുതൽ തെക്ക് ഹദർമൗത്ത് മുതൽ വടക്ക് അൽ ദഹ്ന വരെ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വരണ്ട വേക്കൻ്റായി കിടക്കുന്ന മരുഭൂമിയാണ് റുബുൽ ഖാലി എന്ന് പറയുന്നത്. ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ് ഇറ്റ്സ് വേക്കൻ്റ് ഇൻ നേച്ചർ and does not receive seasonal or occasional rain. ഈ ഭാഗത്ത് നമുക്ക് സീസണലായിട്ടോ അല്ലെങ്കിൽ സീസണൽ എന്ന് പറഞ്ഞാൽ ഋതുഭേദങ്ങൾക്കനുസരിച്ചുള്ള മഴ, അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും അനവസരങ്ങളിലോ ലഭിക്കുന്ന മഴ, ഇത് രണ്ടും ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. റുബുൽ ഖാലി ഡസ് നോട്ട് റിസീവ് റെയിൻഫാൾ. അതുകൊണ്ട് തന്നെ ദ ലാൻഡ് ഈസ് വേക്കൻറ്റ്. ഇറ്റ്സ് ക്ലൈമറ്റ് ഈസ് വെരി ഹോട്ട് ആൻഡ് ഡ്രൈ. ഇറ്റ്സ് ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഹ്യൂമൻ ഹാബിറ്റേഷൻ. ഇതിൻ്റെ ക്ലൈമറ്റ്, ഇതിൻ്റെ കാലാവസ്ഥ വെരി ഹോട്ട് ആൻഡ് ഡ്രൈ, വളരെ ചൂടുള്ളതും വരണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അൺഫിറ്റ് ഫോർ ഹ്യൂമൻ ഹാബിറ്റേഷൻ. മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഒരു പ്രദേശമാണ് ഈ റുബുൽ ഖാലി എന്ന് പറയുന്നത്. നമ്മൾ അറേബ്യയുടെ മരുഭൂ വിഭാഗങ്ങൾ 3 എണ്ണം നമ്മൾ പഠിച്ചു. അതിൽ അൽ നുഫദ്, അൽ ദഹ്ന, റുബുൽ ഖാലി. ദീസ് ആർ ദ 3 മേജർ ഡിവിഷൻ ഓഫ് അറേബ്യൻ ഡെസേർട്ട്. അറേബ്യൻ ഡെസേർട്ടിൻ്റെ 3 പ്രധാനപ്പെട്ട ഡിവിഷൻസ് ഇവയൊക്കെയാണ്. അതായത് അൽ നുഫദ്, അൽ ദഹ്ന, റുബുൽ ഖാലി. ഇത് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. The highest peak in the Hijaz mountain range is Sara. സാറ എന്ന് പറയുന്നത് ഹിജാസ് മൗണ്ടെയിൻ റേഞ്ചിലെ, ഹിജാസിലെ പർവ്വതനിരകളിൽ ഏറ്റവും ഉയർന്ന കൊടുമുടി, ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് ദ ഹയസ്റ്റ് പീക്ക് എന്ന് പറഞ്ഞാൽ കൊടുമുടിയാണ്. ഇൻ ദ ഹിജാസ് മൗണ്ടെയിൻ റീജിയൻ ഈസ് കോൾഡ് സാറ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ലൈക്ക് മക്ക, Medina means Yesrib, the port city of Jeddah and Taif also locate in the coastal area of Red Sea. അതായത് ചെങ്കടൽ തീരപ്രദേശത്താണ് അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളായ മക്കയും മദീന എന്ന് നാം വിളിക്കുന്ന പഴയ യസ്രിബും അതുപോലെ തന്നെ തുറമുഖ നഗരമായ ജിദ്ദയും തായിഫും സ്ഥിതി ചെയ്യുന്നത് റെഡ് സീയുടെ തീരപ്രദേശത്താണ്. The volume and the density of population are higher than the desert region. ഈ പ്രദേശത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസാന്ദ്രത എന്ന് പറയുന്നത് മറ്റു പ്രദേശങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇത് സിറ്റിയാണ്, മാത്രമല്ല ചെങ്കടലിൻ്റെ തീരപ്രദേശമാണ്, ഹ്യൂമൻ ഹാബിറ്റബിളാണ്. മരുഭൂമിയിലെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലാവസ്ഥ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശം മനുഷ്യവാസത്തിന് യോഗ്യമായി മാറുന്നത്. മനുഷ്യവാസത്തിന് യോഗ്യമാവുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ അതിന് ചില പ്രത്യേകതകളുണ്ടാവും. അവിടെ ജലലഭ്യതയുണ്ടാവും, ഭൂമി ഫലഭൂയിഷ്ഠമായിരിക്കും, അതുപോലെ തന്നെ ഗതാഗത സൗകര്യമുണ്ടാവും. അങ്ങനെ ഉള്ള പ്രദേശങ്ങളിലാണ് ഹ്യൂമൻ ഹാബിറ്റേഷൻ നടക്കുക. അത്തരം ഹ്യൂമൻ ഹാബിറ്റേഷനുള്ള പ്രദേശമാണ് മക്കയും മദീനയും തായിഫും ജിദ്ദയും ഒക്കെ. The southwestern and northeastern monsoon evade the Arabian Peninsula, so Arabia does not have monsoon rain. അറേബ്യയ്ക്ക് മൺസൂൺ റെയിൻ ലഭിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം സൗത്ത് വെസ്റ്റേൺ
മൺസൂണും നോർത്ത് ഈസ്റ്റേൺ മൺസൂണും, ഈ മൺസൂണുകളാണ് നമ്മളുടെ തീരപ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യിക്കുന്നത്, നമ്മളുടെ നാട്ടിൽ അടക്കം. ഈ മൺസൂണുകൾ എപ്പോഴും അറേബ്യൻ ഉപദ്വീപിനെ ഒഴിവാക്കിക്കൊണ്ടാണ് വരുന്നത്, അതിനെ ഇവേഡ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അറേബ്യൻ പെനിൻസുല മൺസൂൺ മഴ ലഭിക്കാത്ത ഒരു പ്രദേശമായി മാറുകയാണ്. The coastal area receives occasional rain. It leaves very little moisture for the interior. എന്നാൽ തീരപ്രദേശങ്ങളിൽ വളരെ കുറഞ്ഞ നാമമാത്രമായ മഴ ലഭിക്കുന്നു. ഈ മഴയുടെ ഫലമായി ഉൾപ്രദേശങ്ങളിലേക്ക് അതിൻ്റെ ഈർപ്പവും അതിൻ്റെ സ്വാധീനവും ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇത്രയുമാണ് അറേബ്യയുടെ കാലാവസ്ഥയെക്കുറിച്ചും അറേബ്യയുടെ ജോഗ്രഫിയെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി ഇവിടെ നിന്നും നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഫ്ലോറ ആൻഡ് ഫോണ ഓഫ് അറേബ്യ. ദ ഫ്ലോറ ഓഫ് അറേബ്യ എന്ന് പറഞ്ഞാൽ അറേബ്യയിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കാലാവസ്ഥയിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ ജിയോഗ്രഫിയിൽ അറേബ്യയിൽ വളരുന്ന സസ്യജാലങ്ങൾ. The dryness of the atmosphere and the soil salinity prevent luxurious growth of plants and vegetation in Arabia. അറേബ്യയുടെ വരണ്ട കാലാവസ്ഥയും അതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഈർപ്പവുമൊക്കെ കാരണം അവിടെ പച്ചപ്പും ഒന്നും ഇല്ല. വളരെ റെയറായിട്ടാണ് ചെടികളൊക്കെ അവിടെ വളരുന്നത്. ബിക്കോസ് ഓഫ് ദ ഡ്രൈനെസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, കാലാവസ്ഥയും. പ്രിവെൻറ്റ് ലക്ഷൂറിയസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അത് വ്യാപകമായ രീതിയിൽ സസ്യലതാദികൾ വളരുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. Frankincense had been traded on the Arabian Peninsula and in North Africa for more than 5,000 years. ഏറെക്കുറെ അറേബ്യൻ പെനിൻസുലയുമായി ഫ്രാങ്കിൻസെൻസിൻ്റെ വ്യാപാരം, ആഫ്രിക്കയുമായുള്ള വ്യാപാരം 5000 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഫ്രാങ്കിൻസെൻസ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ കുന്തിരിക്കമാണ്. സൗത്ത് അറേബ്യ ഈ കുന്തിരിക്കത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. സൗത്ത് അറേബ്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന കുന്തിരിക്കം ആഫ്രിക്കൻ വൻകരയിൽ ഡിമാൻഡ് ചെയ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലേക്ക് ഈ സാധനം അറേബ്യയിൽ നിന്ന് കയറ്റിപ്പോകുമായിരുന്നു. അങ്ങനെ ഒരു ട്രേഡ് കോണ്ടാക്റ്റ്, ഒരു വ്യാപാര ബന്ധം ആഫ്രിക്കയും അറേബ്യയും തമ്മിലുണ്ടായിരുന്നു. ഈ ബന്ധത്തിന് 5000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. P.K. Hitty says the chief attraction of the Egyptians in South Arabia lay in the frankincense, which they prized highly for the mummification, and which that part of Arabia was particularly rich. തെക്കൻ അറേബ്യയിൽ നിന്നും ഈ ഫ്രാങ്കിൻസെൻസ് എന്ന് പറയുന്ന സുഗന്ധദ്രവ്യം അല്ലെങ്കിൽ കുന്തിരിക്കം ആഫ്രിക്കയിലെത്തിയിരുന്നു, ഈജിപ്തിലെത്തിയിരുന്നു. ഈജിപ്തിലെ ജനവിഭാഗം അത് അവരുടെ മമ്മിഫിക്കേഷന്, ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മമ്മിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അവരുടേതായ രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ശവസംസ്കാര രീതിയായിരുന്നു ഇത്. കേടുകൂടാതെ മമ്മികളെ അല്ലെങ്കിൽ ശവങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി ആഫ്രിക്കക്കാർ ഉപയോഗിച്ചിരുന്ന കുന്തിരിക്കത്തെയായിരുന്നു അറേബ്യയിൽ നിന്നെത്തിയ എന്ന് P.K. ഹിറ്റി സൂചിപ്പിക്കുന്നുണ്ട്. P.K. ഹിറ്റി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് അറബ്സ് എന്ന ഗ്രന്ഥം എഴുതിയ പ്രശസ്തനായ ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദ ചീഫ് അട്രാക്ഷൻ ഫോർ ദ ഈജിപ്ഷ്യൻസ് ഇൻ സൗത്ത് അറേബ്യ ലേ ഇൻ ദ ഫ്രാങ്കിൻസെൻസ്, which they prized highly for the mummification, and in which that part of Arabia was particularly rich. ഇങ്ങനെ ഈ കുന്തിരിക്കത്തിൻ്റെ ലഭ്യതയും അത് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ആഫ്രിക്കക്കാരുടെ സ്വഭാവവും കാരണം തെക്കേ അറേബ്യ എല്ലാ കാലത്തും സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും ഒരു കേന്ദ്രമായിരുന്നു എന്നാണ് ഹിറ്റി സൂചിപ്പിക്കുന്നത്. Frankincense, which is used to the centers of worship grown in South Arabia. സൗത്ത് അറേബ്യയിലെ ഡെവലപ്മെൻറ്റിന് പ്രധാനമായ ഒരു കാരണം ഈ ഫ്രാങ്കിൻസെൻസ് അല്ലെങ്കിൽ കുന്തിരിക്കം ആരാധനാ കേന്ദ്രങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട സുഗന്ധദ്രവ്യമാണ് എന്നതുകൊണ്ടാണ്. The South Arabians are an agricultural community. സൗത്ത് അറേബ്യ പ്രധാനമായും കാർഷിക സമൂഹമായിരുന്നു. Many species of Acacia are found South Arabia. Syria is the native place of olives.
അക്കേഷ്യയുടെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങൾ, വ്യത്യസ്ത സ്പീഷീസുകൾ ധാരാളമായി തെക്കേ അറേബ്യയിൽ വളരുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയ അഥവാ നോർത്ത് അറേബ്യയിലെ സിറിയ എന്ന് പറയുന്നത് ഒലീവ് മരങ്ങളുടെ ജന്മദേശമാണ്, ഒലീവിൻ്റെ നാറ്റീവ് ലാൻഡാണ് എന്നാണ് പറയപ്പെടുന്നത്. ഫ്രൂട്ട്സ് ലൈക്ക് പോംഗ്രാനറ്റ്, ആപ്പിൾ, ആപ്രിക്കോട്ട്, ആൽമണ്ട്, ഓറഞ്ച്, ലെമൺ, വാട്ടർമെലൺ and banana are also cultivated in central part of Arabia that is famous for Taif is famous for grape cultivation and wine production. പഴങ്ങളിലെ പ്രധാനപ്പെട്ട പഴങ്ങളായ നേന്ത്രപ്പഴം അഥവാ ബനാന, വാഴപ്പഴം എന്നൊക്കെ നമ്മൾ പറയുന്ന അനാറ്, അതുപോലെ അത്തിപ്പഴം, ബദാം, ഓറഞ്ച്, ചെറുനാരങ്ങ, അതുപോലെ വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ എല്ലാം ഈ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തായിഫ് ഈസ് ഫേമസ് ഫോർ ഗ്രേപ്പ് കൾട്ടിവേഷൻ ആൻഡ് വൈൻ പ്രൊഡക്ഷൻ. തായിഫ് എന്ന് പറയുന്ന പ്രദേശം മുന്തിരി കൃഷിക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വൈൻ ഉൽപ്പാദനത്തിനും പ്രശസ്തമായിരുന്നു തായിഫ് എന്ന പ്രദേശം. ഇപ്പോൾ നമ്മൾ തെക്കൻ അറേബ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നോട്ട് പോയ ഒരു പ്രദേശമാണ്, ഫർട്ടൈൽ ലാൻഡാണ്. അത് ആ പ്രദേശത്തെ റിച്ചാക്കി മാറ്റിയിട്ടുണ്ട്, സമ്പന്നതയുടെ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. കുന്തിരിക്കത്തിൻ്റെ കേന്ദ്രമാണത്. അത് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഡിമാൻഡ് ചെയ്യപ്പെട്ടിരുന്നു. പഴവർഗ്ഗങ്ങളായ ആപ്പിളും ആപ്രിക്കോട്ടും അതുപോലെ ആൽമണ്ടും ഓറഞ്ചും ലെമണും വാട്ടർമെലണും ബനാനയുമെല്ലാം ഈ പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്തിരുന്നു. സൗത്ത് അറേബ്യയുടെ കാർഷിക സമൃദ്ധി അറേബ്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വളരെയധികം കാരണമായിട്ടുണ്ട്. യമനെ അറേബ്യൻ ഫെലിക്സ് എന്നായിരുന്നു പഴയ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഡേറ്റ് പാം ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് ദ അറേബ്യൻ ഫ്ലോറ. അറേബ്യൻ സസ്യലതാദികളിൽ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഈത്തപ്പഴമാണ്. ഡേറ്റ് പാം അറിയപ്പെടുന്നത് ക്യൂൻ ഓഫ് അറേബ്യൻ ഫ്ലോറ എന്നാണ്. ഇറ്റ് ഈസ് ദ ചീഫ് ഫുഡ് ഓഫ് ദ അറബ് പീപ്പിൾ. അറബ് ജനതയുടെ സ്റ്റാപ്പിൾ ഫുഡ് അല്ലെങ്കിൽ ദൈനംദിന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഡേറ്റ്. ടു പൊസസ് ടു ബ്ലാക്ക് ഗോഡ് അസദൈൻ വാസ് ദ ഡ്രീം ഓഫ് ദ അറേബ്യൻ നൊമാഡിക് പീപ്പിൾ. അസ്വദൈൻ എന്ന് പറഞ്ഞാൽ 2 ബ്ലാക്ക് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2 ബ്ലാക്ക് ഗോൾഡും അറേബ്യൻ ജനതയുടെ സ്വപ്നമായിരുന്നു. അവർ അത് നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. അസ്വദൈൻ 2 ബ്ലാക്ക് ഗോൾഡ് സ്റ്റാൻഡ്സ് ഫോർ വാട്ടർ ആൻഡ് ഡേറ്റ്സ്. 2 കറുത്ത സ്വർണ്ണങ്ങൾ എന്നാണ് അവർ ജലത്തെയും ഈത്തപ്പഴത്തെയും വിളിച്ചിരുന്നത്. ആ ജലത്തിനും ഈത്തപ്പഴത്തിനും ആ ജനസമൂഹത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പേര് അസ്വദൈൻ എന്നത്. ടുഡേ അറബ്സ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദ ഡേറ്റ്സ് ഇൻ ദ വേൾഡ്. ഇന്ന് ലോകത്ത് ഈ ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അറേബ്യയ്ക്ക് 2ാം സ്ഥാനമാണ് ഉള്ളതെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രോഫറ്റ് മുഹമ്മദ് വൺ സ്റ്റേറ്റഡ് ദാറ്റ് ദോസ് ഹു പൊസസ് ദ ഡേറ്റ് ഈസ് നോട്ട് പുവർ. അതായത് ഒരു നേരത്തെ ഈത്തപ്പഴം ഒരാൾ തൻ്റെ കയ്യിൽ വെക്കുകയാണെങ്കിൽ അവന് ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള ഈത്തപ്പഴം മിച്ചമായിട്ട് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഹീ ഈസ് നോട്ട് പുവർ, അവൻ ഒരു പാവപ്പെട്ടവനല്ല എന്ന് ഒരിക്കൽ പ്രവാചകൻ പറയുകയുണ്ടായി. പ്രവാചകൻ അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈത്തപ്പഴത്തിൻ്റെ അവരുടെ ജീവിതത്തിലുള്ള പ്രാധാന്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഫൗണ ഓഫ് അറേബ്യ. അറേബ്യയിലെ ജന്തുജാലങ്ങൾ. ദ ആനിമൽ കിങ്ഡം ഓഫ് അറേബ്യ ഇൻക്ലൂഡ്സ് പാന്തേഴ്സ്, ലെപ്പേർഡ്സ്, ഹൈനാസ്, ലാർക്സ് എക്സെട്ര. അറേബ്യയിലെ ആനിമൽ കിങ്ഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറേബ്യയിലെ ജന്തുജാലങ്ങളിൽ നാം പ്രധാനമായും വ്യത്യസ്ത രീതിയിലുള്ള പുലികളെയും കടുവകളെയും ചെന്നായകളെയും പട്ടികളെയും ഒക്കെ നമ്മൾക്ക് അറേബ്യയിൽ കാണാൻ കഴിയും.
Monkeys are also seen in the southern part of Arabia. അറേബ്യയുടെ തെക്കൻ ഭാഗത്ത് നമുക്ക് കുരങ്ങന്മാരെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അറേബ്യൻ പക്ഷികളിൽ പ്രേയികൾ, ബസ്റ്റാർഡ്സ്, ഫാൽക്കൺസ്, ഹോക്സ്, ഓള്, ക്രോസ് എക്സെട്ര. അറേബ്യയിലെ പക്ഷികളും വളരെ വലിയ ഒരു പക്ഷി സമ്പത്തും അറേബ്യയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഈ പരുന്ത് വിഭാഗത്തിൽപ്പെടുന്ന ഫാൽക്കണും അതുപോലെ തന്നെ ഹോക്കും ഒക്കെയുള്ള അത്തരം പക്ഷികളെ നമുക്ക് അറേബ്യയിൽ കാണാൻ പറ്റും. പിന്നെ ഹുദ്ഹുദിനെ അറേബ്യയിൽ കാണാൻ പറ്റും. കാക്കകളെ അറേബ്യയിൽ കാണാൻ പറ്റും. പിന്നെ അറേബ്യയിൽ ഓള് അഥവാ മൂങ്ങയെയും അറേബ്യയിൽ കാണാൻ പറ്റും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പക്ഷികൾക്കും അറേബ്യൻ പ്രശസ്തമാണ്. ബേർഡ്സ് ലൈക്ക് ലാർക്ക്, നൈറ്റിംഗേൽ, പീജിയന് ഒക്കേഷണലി അപ്പിയർ ഇൻ അറേബ്യ. അറേബ്യയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ചില പക്ഷികളാണ് ലാർക്ക്, അതുപോലെ നൈറ്റിംഗേൽ, പീജിയൻ പ്രാവ്. ഇവയൊക്കെ പല അവസരങ്ങളിലും അറേബ്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദ ഡൊമസ്റ്റിക് അനിമൽസ് ഓഫ് അറേബ്യ ആർ മെയിൻലി ക്യാമൽ, ഹോഴ്സ്, മ്യൂൾസ്, കാറ്റ്, ഷീപ്പ് ആൻഡ് ഗോട്ട്. അറേബ്യയിലെ പ്രധാനപ്പെട്ട വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്നത് ക്യാമൽ, ഒട്ടകമുണ്ട്, ഹോഴ്സ് ഉണ്ട്, കുതിരകളുണ്ട്, മ്യൂൾസ് ഉണ്ട്, അതുപോലെ കാറ്റ്, ഷീപ്പ്, ഗോട്ട്. ഇതൊക്കെ അറേബ്യയിൽ നാം വ്യാപകമായ രീതിയിൽ കാണുന്നുണ്ട്. ടു ദ അറബ്സ് ഹോഴ്സ് വാസ് ദ സിംബൽ ഓഫ് വെൽത്ത് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. അറബികളെ സംബന്ധിച്ചിടത്തോളം കുതിര എന്ന് പറയുന്നത് അവരുടെ സാമൂഹികമായ പദവിയുടെയും സ്വത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിരുന്നു. കുതിരയുള്ളവൻ സമ്പന്നനാണ്, അല്ലെങ്കിൽ കുതിര ഇസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സമ്പത്തിൻ്റെ ഒരു സിമ്പലായിട്ട് കുതിരയെ അറബികൾ കണ്ടിരുന്നു. ഇറ്റ്സ് ഫീഡിങ് ആൻഡ് കെയർ ക്രിയേറ്റഡ് മെനി പ്രോബ്ലംസ് ടു ദ നൊമാഡിക് പീപ്പിൾ. ഇതിൻ്റെ ഭക്ഷണവും ഈ കുതിരകളുടെയൊക്കെ ഭക്ഷണവുമൊക്കെയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഈ നൊമാഡിക് ജനത അഭിമുഖീകരിച്ചിരുന്നു. ഇറ്റ്സ് വാല്യൂ ലൈ ഇൻ ഇറ്റ്സ് സ്പീഡ് ആൻഡ് പെർഫോമൻസ്. കുതിരയുടെ സ്പീഡും അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ പ്രകടനപരതയുമൊക്കെയായിരുന്നു കുതിരയുടെ വിലയും അതിൻ്റെ സ്ഥാനവുമൊക്കെ നിർണ്ണയിച്ചിരുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റേസിംഗ് ആൻഡ് ഹണ്ടിങ്. കുതിരപ്പന്തയങ്ങൾക്കും അതുപോലെ നായാട്ടിനും ഒക്കെ കുതിരയെ സവാരിക്കുമൊക്കെ അറബികൾ കുതിരയെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടു ദ അറബ്സ് camel is called the ship of the desert, is the most useful animal. It is used as a vehicle for our important means of transportation. അതായത് അറബികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നിത്യജീവിതത്തിൽ ഇടപെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളർത്തുമൃഗമായിരുന്നു ക്യാമൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വെഹിക്കിൾ. അവരതിനെ ഒരു വാഹനമായി ഉപയോഗിച്ചു. അതുപോലെ തന്നെ യൂസ്ഡ് ടു ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ദ മീൻസ് ആൻഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ തന്നെ സാധന സേവനങ്ങൾ കയറ്റി അയക്കാനും കൊണ്ടുവരാനും അതുപോലെ തന്നെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, യാത്രാ സൗകര്യത്തിനൊക്കെ വേണ്ടി ഒട്ടകത്തെ അവരുപയോഗിച്ചിരുന്നു. ഒട്ടകം അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു. വിത്തൗട്ട് ദ എനിമൽ ദ ഡെസേർട്ട് കുഡ് നോട്ട് ബി കൺസീവ്ഡ് ആസ് എ ഹാബിറ്റബിൾ പ്ലേസ്. അതായത് വിത്തൗട്ട് ദ ക്യാമൽ, അതായത് വിത്തൗട്ട് ദ animal camel, the desert could not be conceived as a habitable place. അതായത് ഒട്ടകം ഇല്ലായിരുന്നുവെങ്കിൽ അറേബ്യൻ മരുഭൂമി, അറേബ്യ എന്ന് പറയുന്ന പ്രദേശം, പെനിൻസുല, ഒരു മനുഷ്യവാസയോഗ്യമല്ലാത്ത പ്രദേശമായി മാറിപ്പോയേനെ. കാമൽ വാസ് ദ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ ഓഫ് ദ ബദൗൻസ്. ബദൗൻ പീപ്പിളിൻ്റെ നാടോടികളായ ബദവികളുടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സന്തത സഹചാരിയായിരുന്നു ഈ ഒട്ടകം എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് ഫോസ്റ്റർ ഫാദർ എന്നാണ്. ബദൗൻ പീപ്പിളിൻ്റെ ഫോസ്റ്റർ ഫാദർ എന്ന് പറഞ്ഞാൽ വളർത്തച്ഛൻ എന്ന അർത്ഥത്തിലാണ് അവർ ഒട്ടകത്തെ കാണുന്നത്. ഹി ഡ്രിങ്ക്സ് ഇറ്റ് മിൽക്ക്, ഈറ്റ് ഇറ്റ്സ് ഫ്ലഷ്, കവേഴ്സ് ഹിംസെൽഫ് വിത്ത് ഇറ്റ്സ് സ്കിൻ. അതായത് ഒട്ടകത്തിൻ്റെ പാൽ അവർ ദാഹശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒട്ടകത്തിൻ്റെ മാംസം അവർ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ഒട്ടകത്തിൻ്റെ തൊലി അവർ
വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ടെൻറ്റുകൾ പണിയാൻ വേണ്ടി ഒട്ടകത്തിൻ്റെ രോമം, ഹെയർ അത് അവർ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് യൂസസ് ഇറ്റ്സ് ഡഗ് ആസ് ഫ്യൂവൽ. ഒട്ടകത്തിൻ്റെ ചാണകം, ഒട്ടകത്തിൻ്റെ കാഷ്ടം അവർ ഇന്ധനമായി കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ അറബ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒട്ടകത്തിന് വളരെ വലിയ പ്രാധാന്യമായിരുന്നു ഉണ്ടായിരുന്നത്. പഴയകാല ബദവികൾ, അറബികൾ അവർ ഒട്ടകത്തിൻ്റെ ആൾക്കാരെന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ ഒട്ടകത്തിൻ്റെ പാല് അവർ കുടിക്കുന്നു, അതിൻ്റെ മാംസം അവർ ഭക്ഷിക്കുന്നു, അതിൻ്റെ തുകൽ കൊണ്ട് അവർ വസ്ത്രമുണ്ടാക്കുന്നു, അതിൻ്റെ ഹെയർ അല്ലെങ്കിൽ അതിൻ്റെ രോമം കൊണ്ട് അവരുടെ ടെൻറ്റുകൾ, കുടിലുകളൊക്കെ കെട്ടി മേയുന്നു. ദ അറബ് ലൈഫ് ഇൻ ആൻഷ്യൻ്റ് ടൈം ടോട്ടലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ ക്യാമൽ. അങ്ങനെ അറബ് ജീവിതം പഴയ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ക്യാമലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ക്യാമലിനെ ആശ്രയിച്ചുള്ളതാണ്. ദേ യൂസ്ഡ് ടു റെഫർ ദംസെൽവ്സ് ദ പീപ്പിൾ ഓഫ് ക്യാമൽ. അതുകൊണ്ട് തന്നെ അവരെ വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ദ പീപ്പിൾ ഓഫ് ക്യാമൽ എന്നാണ് അവർ വിളിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ക്യാമൽ ദ ഷിപ്പ് ഓഫ് ദ ഡെസർട്ട് എന്നറിയപ്പെടുന്നത് ക്യാമലാണ്. അത് ഓർത്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദ ഫോസ്റ്റർ ഫാദർ ഓഫ് ദ അറബ്സ് എന്ന് അറിയപ്പെടുന്നു ക്യാമൽ. അറബ്സ് ദ പാരസൈറ്റ് ഓഫ് ദ ക്യാമൽ. അറബികൾ ഒട്ടകത്തിൻ്റെ മുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നു. അറബ്സ് ദ പാരസൈറ്റ് ഓഫ് ക്യാമൽ എന്ന് വിളിക്കുന്നു. അറബികളെ ദ പീപ്പിൾ ഓഫ് ദ ക്യാമൽ. പൊതുവേ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം, അറബികളെ ദ പീപ്പിൾ ഓഫ് ദ ക്യാമൽ, അവർ ഒട്ടകത്തിൻ്റെ ആൾക്കാരാണ് എന്ന് സംഗ്രഹിക്കാം. ഇവിടെ ഒട്ടകത്തിന് അറബികളുടെ ജീവിതത്തിലുള്ള പങ്ക്, അതുപോലെ ഈത്തപ്പഴത്തിന് അവിടുത്തെ ജീവിതത്തിലുള്ള പങ്ക്, ഇതെല്ലാം നമുക്ക് ഒരു അസൈൻമെൻ്റായിട്ട് എഴുതി വെക്കാമല്ലോ. ഇനി എങ്ങനെയാണ് അറേബ്യയിലെ ഡെസർട്ടിനെ നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്, എത്ര ഭാഗങ്ങളുണ്ട്, അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇങ്ങനെ 2 അസൈൻമെൻറ്റുകൾ ഈ ഭാഗത്ത് നിന്നും നിങ്ങൾ തയ്യാറാക്കുക. ഒന്ന്, ഒട്ടകത്തിനും ഈന്തപ്പഴത്തിനും അറബ് ജീവിതത്തിലുള്ള പങ്ക് എന്താണ്, പ്രാധാന്യം എന്താണ് എന്നതിനെക്കുറിച്ചൊരു അസൈൻമെൻറ്റ് തയ്യാറാക്കുക. ഒപ്പം അറേബ്യയിലെ മരുഭൂവിഭാഗങ്ങൾ അവരുടെ ജീവിതത്തെ മേക്കപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാണ്, അത് ഏതൊക്കെയാണ് അവിടുത്തെ മരുഭൂവിഭാഗങ്ങൾ എന്നതിനെക്കുറിച്ചും ഒരു നോട്ട് തയ്യാറാക്കി വെക്കുമല്ലോ. ഓക്കെ, എല്ലാവർക്കും നന്ദി.